ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദ സ്റ്റോറി. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് 2025 റിലീസായ മദ്രാസി എന്ന ശിവകാർത്തികേയൻ മൂവിയുടെ സ്റ്റോറിയാണ്. ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന നമ്മുടെ നായകനെ NIA ഓഫീസർ ഒരു സൂയിസൈഡ് ബോംബറായി യൂസ് ചെയ്യുന്നു. എന്തുകൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യാൻ നടക്കുന്നത്? എന്തിനാണ് അവർ ഇവനെ സൂയിസൈഡ് ബോംബറായി യൂസ് ചെയ്ത്? അവസാനം ഇതെല്ലാം എങ്ങനെ കലങ്ങിത്തെളിയുന്നു എന്നുള്ളതാണ് ഈ സിനിമയുടെ ഒരു സാരാംശം. ഈ സിനിമ തുടങ്ങുന്നത് പ്രേമും മകൻ സന്ദീപും അടങ്ങുന്ന ഒരു NIA ഉദ്യോഗസ്ഥരുടെ കൂട്ടത്തെ കാണിച്ചുകൊണ്ടാണ്. അവർ അനധികൃത്യമായി തമിഴ്നാട്ടിലേക്ക് തോക്ക് കടത്തുന്ന സംഘത്തെ പിടികൂടാനുള്ള പ്ലാനിലാണ്. വിരാടും ചിരാതുമാണ് ഈ ആയുധക്കടത്തിലെ മുഖ്യ ആളുകൾ. അവർ വളരെ തിക് ഫ്രണ്ട്സ് ആണ്. വിരാടും ചിരാതും 5 ട്രക്കുകളിലായിട്ടാണ് ഈ തോക്കുകളെല്ലാം കടത്തുന്നത്. അത് തമിഴ്നാട്ടിലെ പല സ്ഥലങ്ങളിലേക്ക് വിതരണം ചെയ്യാനാണ് അവരുടെ പ്ലാൻ. പ്രേമും കൂട്ടരും ഇത് തടയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതൊന്നും നടക്കുന്നില്ല. കുറച്ച് NIA ഉദ്യോഗസ്ഥർ മരണപ്പെടുകയും ചെയ്യുന്നുണ്ട്. വിരാടും ചിരാതും രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ കഥാനായകൻ രഘുവിനെയാണ്. രഘു ആത്മഹത്യ ചെയ്യാൻ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിൽക്കുകയാണ്. അവനെ അവൻ്റെ കാമുകി ഇട്ടിട്ട് പോയി. ആ സങ്കടം സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കുകയാണ് അവൻ. അത് കാണാനായി കുറേ ആളുകൾ തടിച്ചുകൂടി അവിടെ നിൽപ്പുണ്ട്. അവസാനം അവൻ ഫ്ലൈ ഓവറിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് ചാടുന്നുണ്ട്. ചെറിയ പരിക്കുകളും അവന് സംഭവിക്കുന്നുണ്ട്. അവനെ അഡ്മിറ്റ് ചെയ്യുന്നത് നമ്മുടെ പ്രേമിനെ അഡ്മിറ്റ് ചെയ്ത് അതേ ഹോസ്പിറ്റലിലാണ്. തലേന്നത്തെ അടിപിടിയിൽ പ്രേമിന് ചില പരിക്കുകൾ പറ്റിയിട്ടുണ്ടായിരുന്നു. പ്രേമിനെ കാണുമ്പോഴും നമ്മുടെ രഘു അവൻ്റെ കഥകളെല്ലാം പറയാൻ ശ്രമിക്കുന്നുണ്ട്. പലതവണ കാണുമ്പോഴും അവൻ അവൻ്റെ കഥ പറയാൻ ശ്രമിക്കുമ്പോഴെല്ലാം പ്രേം അവനെ അവഗണിച്ചുകൊണ്ടേയിരുന്നു. ഒത്തിരി തവണ അവനോട് സംസാരിക്കുമ്പോൾ പ്രേമെ മനസ്സിലാവുന്നുണ്ട് രഘു ആത്മഹത്യ ചെയ്യാൻ നടക്കുന്ന ആളാണെന്ന്. വിരാടിൻ്റെയും ചീരാതിൻ്റെയും കൂടെ പ്രേമിൻ്റെ 2 ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു അണ്ടർ കവറായി. അവർ പ്രേമിനോട് വിളിച്ചു പറയുന്നു ആ തോക്കുകളെല്ലാം സൂക്ഷിച്ചിരിക്കുന്നത് ഒരു ഗ്യാസ് ഫാക്ടറിയിലാണെന്ന്. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ ആയുധങ്ങൾ എത്തിക്കുക എന്നുള്ളതാണ് അവരുടെ പ്ലാൻ. ഉടനെ തന്നെ അവർ നടപ്പാക്കും എന്നും പ്രേമിനെ അവർ അത് അറിയിക്കുന്നുണ്ട്. ഇനി എന്ത് ചെയ്യും എന്നുള്ള ടെൻഷനിൽ പ്രേം ടെറസിൻ്റെ മുകളിൽ നിൽക്കുമ്പോഴാണ് അവിടേക്ക് നമ്മുടെ രഘു വരുന്നത്. രഘു വന്നിട്ട് പറയും, എൻ്റെ മാലതി എന്നെ ഇട്ടിട്ട് പോയി, എനിക്ക് ആത്മഹത്യ ചെയ്യണം, എനിക്ക് ജീവിക്കണ്ട എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോഴാണ് പ്രേമിൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാൾ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ വേണ്ടി അവിടേക്ക് വരുന്നത്. അയാൾ പ്രേമിനെ മാറ്റി നിർത്തിയിട്ട് പറയും, ഇയാൾ ഒരു വർക്കറായിട്ട് ആ ഗ്യാസ് ഫാക്ടറിയിൽ പ്രവേശിച്ചിരുന്നു. അകത്തേക്ക് കയറാൻ ഒരു കാർഡ് ഉണ്ടായിരുന്നു, അതുവഴിയാണ് കയറിയത്. അവിടെ കയറി ഫാക്ടറിയെല്ലാം നിരീക്ഷിച്ചതിന് ശേഷമാണ് അയാൾക്ക് മനസ്സിലാകുന്നത് പുറത്തു പോകാൻ പുതിയൊരു കാർഡ് വേണം. അത് ഓരോ ദിവസവും മാറ്റിക്കൊണ്ടിരിക്കുന്നതാണ്. സോ ഇയാൾ അതിനകത്ത് ട്രാപ്പായി പോകും. ബട്ട് ആരും അറിയാതെ അയാൾ പ്രേമിൻ്റെ അടുത്ത് പറയുന്നു, ഇനി ഇതെല്ലാം സോൾവ് ആക്കാൻ ഒരു മാർഗമേ ഉള്ളൂ, ആ ഗ്യാസ് ഫാക്ടറി ഫുള്ളായി ബ്ലാസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. പക്ഷേ അതൊരാൾ ചെയ്യണമെങ്കിൽ ഒരാൾ അതിനകത്ത് കൊല്ലപ്പെട്ടു പോകും. കാരണം എന്തായാലും ആ ആയുധങ്ങളൊക്കെ കത്തിക്കുമ്പോൾ ചുറ്റുമുള്ള പൈപ്പ് ലൈനുകളെല്ലാം പൊട്ടിത്തെറിക്കും. സോ കത്തിക്കാൻ പോയ ആൾ എന്തായാലും മരണപ്പെട്ടു പോകും. സോ അങ്ങനെ ഒരു സൂയിസൈഡ് ബോംബറിനെ അകത്തേക്ക് വിടുക എന്നുള്ളത് മാത്രമാണ് ഇവരുടെ ഏക പ്ലാൻ. അയാൾ പറയും, സാറിന് സമ്മതമാണെങ്കിൽ ഞാനത് ചെയ്യാമെന്ന്. പക്ഷെ പ്രേം പറയും, ഇനി ഒരാൾ കൂടെ നമ്മുടെ കൂട്ടത്തിൽ മരണപ്പെടാൻ പാടില്ല. അതിനുശേഷം പ്രേം തൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ വിളിച്ച് അതിന് അനുമതി തേടുമെങ്കിലും അത് നിഷേധിക്കപ്പെടുന്നു. സോ അൺഒഫീഷ്യലായിട്ട് ഈ കാര്യങ്ങൾ നിൽക്കാനായി പ്രേം തീരുമാനിക്കുന്നു. അതിനുശേഷം ടെറസിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ രഘു ടെറസിൽ നിന്ന് എടുത്ത് ചാടിയിരിക്കുന്നത് കാണുന്നത്. പക്ഷേ ഒരു വള്ളിയിൽ കുരുങ്ങി അവിടെ കിടന്നുകൊണ്ട് അവൻ താഴേക്ക് വീണില്ല. ഹോസ്പിറ്റലിലുള്ള ആളുകളെല്ലാം അവനെ രക്ഷിക്കുന്നു, റൂമിൽ അഡ്മിറ്റ് ആക്കുന്നു. ഇത് കാണുമ്പോൾ പ്രേമിനൊരു ഐഡിയ തോന്നുന്നു, ഇവരെന്തായാലും സൂയിസൈഡ് ചെയ്യാൻ നടക്കുകയല്ലേ, സോ ഇവനെ തന്നെ എന്തുകൊണ്ട് വിട്ടൂടാ എന്ന് പ്രേം ആലോചിക്കുന്നു. പ്രേം ഉടനെ തന്നെ തൻ്റെ മകനായ സന്ദീപും ബാക്കിയുള്ള ഓഫീസേഴ്സുമായി ഈ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നു. അതിനുശേഷം നമ്മുടെ രഘുവിനെ വിളിച്ചിട്ട് പറയുന്നു, നീ ഇപ്പോഴെങ്ങും ആത്മഹത്യ ചെയ്യരുത്, ഒരു 3-4 ദിവസം കൂടെ വെയിറ്റ് ചെയ്യുക, അതിനുശേഷം ഞാൻ നിൻ്റെ അടുത്ത് പറയാം, എന്നിട്ട് ആത്മഹത്യയെക്കുറിച്ച് ആലോചിച്ചാൽ മതിയെന്ന്. ഇവനെ ഈ ഒരു ടാസ്കിൽ വിടുന്നതുകൊണ്ട് തന്നെ പ്രേം പോലീസുകാരോട് രഘുവിനെ പറ്റി അന്വേഷിക്കാൻ വിട്ടിരുന്നു. അപ്പോഴാണ് അവർ അറിയുന്നത് രഘു 14 വർഷമായി ഒരു മെൻ്റൽ അസൈലത്തിലെ പേഷ്യൻ്റ് ആയിരുന്നു എന്ന്. ഇനി കഥ ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ്. നമ്മുടെ ഹീറോയിനായ മാലതി ഒരു ഡെന്റിസ്റ്റാണ്. പാർട്ട് ടൈമായി അവൾ ഇതുപോലത്തെ സോങ്സും റോഡ് ഷോസും ഒക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഷോ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഒരാളെ കുറേ ഗുണ്ടകൾ ചേർന്ന് അറ്റാക്ക് ചെയ്യുന്ന കാണുന്നത്. അയാളുടെ ബാഗിൽ ക്യാഷ് ഉണ്ടായിരുന്നു. സോ അതെടുക്കാൻ വേണ്ടിയാണ് ഗുണ്ടകൾ അയാളെ അറ്റാക്ക് ചെയ്തത്. ഗുണ്ടകൾ അയാളെ വെട്ടിയിട്ടുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ആ ബാഗിൽ നിന്ന് കുറച്ച് കാശ് പുറത്തു പോയപ്പോൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം അത് പറക്കിയെടുത്തു.
അപ്പോൾ രഘു ഇത് കണ്ടുകൊണ്ട് വരികയാണ്. അവൻ ഓടി വന്നിട്ട് ആ ഗുണ്ടകളെയെല്ലാം അടിച്ചോടിച്ചിട്ട് പൈസയെല്ലാം താഴെ കിടന്നത് പെറുക്കി ബാഗിൽ വെച്ച് കൊടുക്കും. അപ്പോൾ അയാൾ പറയും അവിടെ നിൽക്കുന്ന ആളുകളുടെ കയ്യിലും എൻ്റെ ക്യാഷ് ഉണ്ടെന്ന്. തരാൻ പറയുമ്പോൾ ആളുകളൊന്നും കൂട്ടാക്കില്ല. അപ്പോൾ തന്നെ രഘു ഒരു കത്തിയുമായി ചെന്നിട്ട് അവരെയൊക്കെ വെട്ടി ചെറിയ പരിക്കേൽപ്പിച്ച് ആ കാശെല്ലാം മേടിക്കുന്നു. അപ്പോൾ ഇതുകൊണ്ട് കണ്ടുകൊണ്ട് നിൽക്കുന്ന മാലതി ചോദിക്കുന്നു, ഒരാളെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങളെന്തിനാണ് ഇത്രയും ആളുകളെയും വെട്ടിയതെന്ന്. പക്ഷേ അവരിതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അവൻ അപ്പം തന്നെ അച്ഛ അച്ഛ എന്ന് വിളിച്ചുകൊണ്ട് അയാളെ ഒരു ഓട്ടോറിക്ഷയിലാക്കി ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ്. അടുത്ത ദിവസം രഘു ഒരു ഡെന്റിസ്റ്റിനെ കാണാനായി ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് അവൻ അറിയുന്നത് മാലതി അവിടുത്തെ ഡെന്റൽ സ്റ്റുഡൻ്റ് ആണെന്ന്. മാലതിക്ക് ട്രീറ്റ്മെൻറ്റായി കിട്ടുന്ന ആൾ രഘുവാണ്. സോ രഘുവിൻ്റെ അസുഖം എത്രയും പെട്ടെന്ന് മാറുക എന്നുള്ളത് മാലതിയുടെയും ഒരു പ്രശ്നമായി മാറി. കാരണം ഇവൻ്റെ പല്ല് എത്രയും പെട്ടെന്ന് റെഡിയായാലേ അവൾക്ക് നല്ല മാർക്കോട് കൂടി പാസ്സാവാൻ സാധിക്കുള്ളൂ. സോ അവൾ അവൻ്റെ അടുത്ത് പറയുന്നു ചൂടുള്ള ആഹാര സാധനങ്ങളൊന്നും കഴിക്കരുത് എന്നൊക്കെ വാർണിംഗ് കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് അവൾ ക്യാൻറ്റീനിൽ ചെല്ലുമ്പോൾ രഘു അവിടെ ചൂടുള്ള ഒരു ഉഴുന്നുവട കഴിക്കാനായി റെഡിയാവുന്നത് മാലതി കാണുന്നു. മാലതി ചെന്നിട്ട് അവനോട് പറയുന്നു, ഇപ്പോൾ ഇങ്ങനെയുള്ള ചൂടുള്ള ആഹാരം ഒന്നും കഴിക്കരുത്, അത് നിൻ്റെ പല്ലിന് പ്രശ്നമാകും, നിൻ്റെ പല്ലിന് പ്രശ്നമായി കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഇൻ്റർണൽ മാർക്സ് കുറയുമെന്നൊക്കെ. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ രഘു ഈ ഫുഡ്സൊക്കെ അവോയ്ഡ് ചെയ്യുന്നു. അങ്ങനെ ഇവർ ക്രമേണ നല്ല ഫ്രണ്ട്സ് ആവുന്നു. ഇതിനിടയ്ക്ക് മാലതി പാസ്സാവുന്നുണ്ട്, നല്ല മാർക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഇരിക്കെ ഒരു ദിവസം രഘു മാലതി കാണാനായി ഹോസ്പിറ്റലിലേക്ക് വരുന്നു. രഘു ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോഴാണ് കാണുന്നത് ഒരു ആക്സിഡൻറ്റ് പറ്റി നിറയെ ആളുകൾ പരുക്ക് പറ്റി ആ ഹോസ്പിറ്റലിലുണ്ട്. എല്ലാവരെയും കൂടെ കൈകാര്യം ചെയ്യാൻ പറ്റാത്തതിനാൽ ധാരാളം പരുക്ക് പറ്റിയ ആളുകൾ അവിടെ തന്നെ ഇരിക്കുകയാണ്. സോ രഘുവിന് പെട്ടെന്ന് ഇവരെയെല്ലാം കാണുമ്പോൾ തൻ്റെ റിലേറ്റീവ്സായിട്ട് തോന്നുകയും ഒരു ക്ഷീണവും കൂടാതെ കാഷ്വാലിറ്റിയിലും മറ്റുള്ള ഡോക്ടേഴ്സിനടുക്ക് എത്തിക്കുകയും ചെയ്യുന്നു. സോ മാലതി ഇതെല്ലാം കാണുന്നുണ്ട്. ഓരോരുത്തരെ അച്ഛ അമ്മ അനിയ എന്നൊക്കെ വിളിച്ച് റൂമിലേക്ക് കൊണ്ടുപോകുന്നത്. അവൾക്കറിയാം ഇതാരും അവൻ്റെ ബന്ധുക്കളല്ലെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് അവരിങ്ങനെ പെരുമാറുന്നത് എന്ന് മാലതിക്ക് സംശയം തോന്നുന്നു. അവരുടെ പെരുമാറ്റത്തിലും ചെറിയൊരു മാറ്റം അവൾക്ക് ഫീൽ ചെയ്യുന്നു. സോ ഇതെന്താണെന്ന് അറിയാൻ വേണ്ടി അടുത്ത ദിവസം അന്ന് നമ്മളെ രഘു രക്ഷിച്ച ആളുടെ അടുത്തേക്ക് മാലതി പോവുകയാണ്. അവിടെ ചെന്ന് അയാളോട് സംസാരിക്കുമ്പോഴാണ് അയാൾ പറയുന്നത് അവരെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്, അതിനുശേഷം കണ്ടിട്ടുമില്ല എന്ന്. സോ മാലതിക്ക് മനസ്സിലാവുന്നു ഇത് രഘുവിൻ്റെ അച്ഛനല്ല എന്നുള്ള കാര്യം. അതിനുശേഷം മാലതി പോകുന്നത് പണ്ട് രഘു പരിചയപ്പെടുത്തിയ ഒരു ഡോക്ടറെ കാണാനാണ്. അവിടെ ചെല്ലുമ്പോഴാണ് മാലതി സത്യങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. 14 കൊല്ലം മുൻപ് രഘുവും തൻ്റെ ഫാമിലിയും ഒരു ഫാമിലി ട്രിപ്പ് പോകുന്ന വഴിക്ക് രഘു മാത്രം ബാത്റൂമിൽ പോകാനായി പുറത്തിറങ്ങും. ആ സമയത്ത് അവിടെ ഒരു ട്രാൻസ്ഫോമർ പൊട്ടിത്തെറിച്ച് അവിടുത്തെ ലൈൻ കമ്പികളെല്ലാം ഈ ബസ്സിൻ്റെ മുകളിൽ വന്നിട്ട് ആ ബസ് ഫുള്ളായി കത്തിപ്പോന്നു. സോ രഘു മാത്രം പുറത്തും ഇവൻ്റെ ബന്ധുക്കളെല്ലാം ബസ്സിനകത്തുമായി പോയി. സോ എല്ലാവരും മരണപ്പെടുന്നു. ഇത് രഘുവിന് വലിയൊരു ഷോക്ക് ഉണ്ടാക്കിയിരുന്നു. സോ ആ ഷോക്കിന് ശേഷമാണ് ആർക്ക് എന്ത് അപകടം പറ്റിയാലും അത് തൻ്റെ അച്ഛനോ അമ്മയോ അനിയനോ അപ്പൂപ്പനോ എന്നൊക്കെ തോന്നൽ അവനുണ്ടാവുന്നത്. അവന് ഡെല്യൂഷണൽ ഡിസോർഡറിലാണെന്ന് മനസ്സിലാക്കിയ മാലതിക്ക് അവൻ്റെ അവസ്ഥയോർത്ത് നല്ല വിഷമം തോന്നുന്നു. രഘു ഒരു പ്രൈവറ്റ് കമ്പനിയിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടെ ഒരു ദിവസം എർത്തുക്വേക്ക് ഉണ്ടാവുന്നു. ആളുകളെല്ലാം വെളിയിൽ ഇറങ്ങി വരുന്നു. സോ ഈ സംഭവം ന്യൂസിൽ വരുമ്പോൾ ബാക്കി എല്ലാ സ്റ്റാഫുകളുടെയും വീട്ടിൽ നിന്ന് കോൾസ് വരുന്നു. പക്ഷേ രഘുവിനെ മാത്രം വിളിക്കാൻ ആരുമില്ല. ആ ടൈമിലാണ് രഘുവിനെ ഫോൺ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ട് മാലതി അവിടേക്ക് വരുന്നത്. മാലതി വന്നിട്ട് അവൻ ഓൾറൈറ്റ് അല്ലേ, വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്നു. സോ അത് കേൾക്കുമ്പോൾ രഘുവിന് മാലതിയോട് ഒരു സ്നേഹം മനസ്സിൽ തോന്നുകയാണ്. സോ മാലതി രഘുവിനെ കൊണ്ട് ചായ കുടിക്കാൻ ഒരിടത്തേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ മാലതി തൻ്റെ മനസ്സിലുള്ള ഇഷ്ടം രഘുവിനോട് പറയുന്നു. സോ ആ സമയത്ത് രഘു പറയുകയാണ്, എനിക്ക് ഇതുപോലെ 14 വർഷമായി ഞാൻ മെൻ്റൽ അസൈലത്തിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളാണ്. അപ്പോൾ അവൾ പറയും, നീ കാര്യങ്ങളൊന്നും പറയണ്ട, എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി, നിനക്ക് ഡെല്യൂഷൻ ഡിസോർഡർ ആണെന്നുള്ള കാര്യം എനിക്കറിയാം, നീ ഓരോ ആളുകളെ രക്ഷിക്കുന്ന കാണുമ്പോൾ തന്നെ എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടുന്നതേ ഉള്ളൂ എന്ന് പറയും. സോ ഇത് കേൾക്കുമ്പോൾ രഘുവിനും ഹാപ്പിയാകും. കഥ വീണ്ടും പ്രസൻറ്റിലേക്ക് വരികയാണ്. വീരാടും ചിരാതും ഈ തോക്കുകൾ എങ്ങനെ സർക്കുലേറ്റ് ചെയ്യും എന്നുള്ള സംശയത്തിലിരിക്കുകയാണ്. കാരണം തോക്കിൻ്റെ ആവശ്യം വന്നാൽ മാത്രമല്ലേ ആളുകൾ ഇതെല്ലാം വാങ്ങുകയുള്ളൂ. എന്നാൽ ആ ആവശ്യം നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുക്കുകയാണ് വേണ്ടതെന്ന് ചിരാത് പറയുന്നു. ആദ്യം ഒരു 100 തോക്ക് സർക്കുലേറ്റ് ചെയ്യാനാണ് ഇവരുടെ പ്ലാൻ. അതിൽ മുതിർന്നവർ മുതൽ കൊച്ചുകുട്ടികൾ വരെ ഉൾപ്പെടും. പല അപകടത്തിൽപ്പെട്ട് നിസ്സഹായരായി നിന്ന ആളുകളിലേക്കാണ് ഇവർ ഈ തോക്കുകളൊക്കെ സർക്കുലേറ്റ് ചെയ്തത്. ചെറിയ വാക്ക് തർക്കങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ആളുകൾ തോക്കെടുത്ത് ഭീഷണിപ്പെടുത്താൻ ആരംഭിച്ചു. അങ്ങനെ കുറച്ചാളുകൾ ഇതെല്ലാം ഉപയോഗിക്കുന്നത് കണ്ട് മറ്റുള്ള ആളുകളും ഈ തോക്ക് എവിടെ നിന്ന് കിട്ടി എന്നറിഞ്ഞ് ഇവരുടെ കയ്യിൽ നിന്ന് തന്നെ വീണ്ടും തോക്കുകൾ വാങ്ങിക്കാനായി ആരംഭിക്കുന്നു. അങ്ങനെ തോക്കിൻ്റെ ആവശ്യം കൂടി വന്നതോടുകൂടി ഇവർ കൂടുതൽ തോക്കുകൾ സർക്കുലേറ്റ് ചെയ്യാൻ തുടങ്ങി. പിന്നീട് സ്കൂളിലൊരു കുട്ടിയുടെ കയ്യിൽ തോക്ക് കിട്ടി എന്ന് അറിഞ്ഞിട്ട് NIA ഉദ്യോഗസ്ഥർ അവിടേക്ക് വരികയാണ്.
പോലീസ് ആ സ്കൂളിൽ വന്നിരുന്നെങ്കിലും ആ കുട്ടിയെ തടുക്കാനായി ആർക്കും സാധിച്ചില്ല. അവർ ആ ഗൺ പോയിൽ അവൻ്റെ ക്ലാസ്സിലുള്ള സ്റ്റുഡൻസിനെയും ടീച്ചറിനെയും നിർത്തിയിരിക്കുകയാണ്. അവനെ അറ്റാക്ക് ചെയ്താൽ അവരെ വെടിവെക്കും. സോ ഇതറിഞ്ഞിട്ട് നമ്മുടെ രഘു നേരെ ആ ക്ലാസ്സിലേക്ക് ചെല്ലുന്നു. എന്നിട്ട് അവനോട് പറയുന്നു ആ തോക്കിൽ ഉണ്ടയില്ല. കഥ വീണ്ടും ഫ്ലാഷ് ബാക്കിലേക്ക് കാണിക്കുകയാണ്. രഘുവും മാലതിയും തമ്മിൽ പ്രേമിക്കാൻ ആരംഭിച്ചത് മുതൽ അവർ നല്ല സന്തോഷത്തിലാണ് ജീവിക്കുന്നത്. മാലതി തൻ്റെ വീട്ടിലേക്ക് രഘുവിനെ കൊണ്ടുവരുന്നു. എന്നിട്ട് അവൾ അവളുടെ കഥ പറയുന്നുണ്ട്. അവളുടെ അച്ഛനും അനിയനും ഒരു റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ആരോടോ വാക്കുതർക്കമായിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഗുണ്ട അവർക്ക് നേരെ വെടിവെച്ചതാണ്. അങ്ങനെയാണ് അവൾക്ക് അവളുടെ അച്ഛനെയും അനിയനെയും ഒക്കെ നഷ്ടപ്പെട്ടത്. നിന്നെപ്പോലെ ഒരാൾ സഹായിക്കാൻ അന്നവളുണ്ടായിരുന്നെങ്കിൽ എനിക്ക് എൻ്റെ അച്ഛനെയും അനിയനെയും നഷ്ടപ്പെടില്ലായിരുന്നു എന്ന് മാലതി രഘുവിൻ്റെ അടുത്ത് പറയും. അങ്ങനെയിരിക്കെ ഒരു ദിവസം മാലതിയുടെ കൂട്ടുകാരി അവളെ ഒരു വീഡിയോ കാണിക്കുന്നു. ഒരു പയ്യൻ ഒരു പെൺകുട്ടിയുടെ മുഖത്ത് ആശ്രയം ഒഴിക്കുന്ന വീഡിയോ ആയിരുന്നത്. അത് കണ്ടുകൊണ്ട് ചുറ്റിനും കുറേ ആളുകൾ നിൽപ്പുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ രഘുവിനെയും മാലതിയുടെ കൂട്ടുകാരി കാണുന്നു. പക്ഷേ മാലതി പറയുന്നു അതൊരിക്കലും രഘു ആയിരിക്കില്ല, രഘു ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കില്ല, എന്തായാലും ആ പെൺകുട്ടിയെ സഹായിച്ചേനെന്ന്. അടുത്ത ദിവസം സംശയം തോന്നിയ മാലതി രഘുവിൻ്റെ അടുത്ത് നേരിട്ട് ഈ കാര്യം ചോദിക്കുന്നു. അപ്പോൾ രഘു പറയുന്നു അന്ന് ആ കൂട്ടത്തിൽ നിന്ന ആൾ ഞാൻ തന്നെയാണ്. അന്ന് എനിക്ക് ഡെല്യൂഷനൊന്നും വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താത്തതെന്ന്. ഇത് കേട്ടപ്പോൾ മാലതിയാകെ സാഡാകുന്നു. അടുത്ത ദിവസം അവൾ രഘുവിനെ ഡോക്ടറിൻ്റെ അടുത്ത് പോയി കാര്യം അന്വേഷിക്കുന്നു. എന്തുകൊണ്ടാണ് അവൻ അന്ന് ആ പെൺകുട്ടിയെ രക്ഷിക്കാഞ്ഞത് എന്ന്. അപ്പോൾ ഡോക്ടർ പറയുന്നു അവൻ്റെ അസുഖം ഏകദേശം കംപ്ലീറ്റായി ക്യൂർ ആയിട്ടുണ്ട്. മാലതി അവൻ്റെ ലൈഫിലേക്ക് വന്നതിന് ശേഷം അവർ നഷ്ടപ്പെട്ടു പോയ ബന്ധുക്കളെയും വീട്ടുകാരെയും എല്ലാം തിരിച്ചു കിട്ടിയ ഫീലിംഗ് ആണ് രഘുവിന്. അതുമാത്രമല്ല ഈ ഡെല്യൂഷൻ ഡിസോർഡറിന് അവൻ ടാബ്ലറ്റ്സും എടുക്കുന്നുണ്ട്. സോ ഏകദേശം അവന് ഇപ്പോൾ ഡെല്യൂഷൻ വരാത്തൊരു സ്റ്റേജിലേക്ക് ആയിട്ടുണ്ട്. ഇത് കേൾക്കുമ്പോൾ മാലതിക്ക് വളരെ സങ്കടം തോന്നുന്നു. മാലതി അങ്ങനെ ഒരു കടുത്ത ഒരു തീരുമാനം എടുക്കുകയാണ് രഘുവിൻ്റെ ലൈഫിൽ നിന്ന് വിട്ടു നിൽക്കാൻ വേണ്ടി. കാരണം മാലതിക്ക് രഘു മറ്റുള്ളവരെ സഹായിക്കണം. അതിനുവേണ്ടി അവൾ അവൻ്റെ ജീവിതത്തിൽ നിന്ന് മാറി നിൽക്കാനായി തീരുമാനിക്കുന്നത്. പക്ഷെ മാലതി വിചാരിച്ച പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ സംഭവിച്ചത്. അതിനുശേഷം രഘു ആത്മഹത്യയ്ക്ക് ശ്രമിക്കുകയായിരുന്നു. അതാണ് ഇപ്പോൾ പ്രസൻറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. സ്കൂളിൽ നിന്ന് വെടിയേറ്റ രഘുവിനെ NIA ഉദ്യോഗസ്ഥർ അപ്പോൾ തന്നെ ഹോസ്പിറ്റലിലാവുന്നതുകൊണ്ട് അവൻ്റെ ജീവൻ നഷ്ടപ്പെടുന്നില്ല. എന്തിനാണ് തന്നെ രക്ഷിച്ചതെന്ന് രഘു പ്രേമിൻ്റെ അടുത്ത് ചോദിക്കുന്നു. അപ്പോൾ പ്രേം പറയും നിനക്ക് മരിക്കാൻ സമയമായിട്ടില്ല, ഞങ്ങൾക്ക് ഒരു പ്ലാനുണ്ട്, അതെന്തായാലും നിൻ്റെ അടുത്ത് പറയാമെന്ന് പറയുന്നു. അവിടെ വീരാടും ചിരാടും സിൻഡിക്കേറ്റുമായി ബന്ധപ്പെട്ടിട്ട് തോക്കുകളെല്ലാം സർക്കുലേറ്റ് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. വീരാടിൻ്റെയും ചിരാടിൻ്റെയും കൂടെ പ്രേമിൻ്റെ സ്പൈ ഉണ്ടല്ലോ, അയാൾ ഇതെല്ലാം വിളിച്ച് പ്രേമിനെ അറിയിക്കുന്നുണ്ട്. സോ അവർ അവിടെ പുതിയൊരു പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നു. നമ്മുടെ രഘുവിനെ ഒരു വർക്കർ എന്ന രീതിയിൽ ആ ഗ്യാസ് ഫാക്ടറിയിൽ കയറ്റുക. അതിനുശേഷം എല്ലാവരും പുറത്തു പോകുമ്പോൾ രഘു അവിടെ തന്നെ ഇരിക്കുക, ബ്ലാസ്റ്റ് ഉണ്ടാക്കി തോക്കുകളെല്ലാം നശിപ്പിക്കുക. ഇതേ സമയം വീരാടിൻ്റെയും ഷിരാടിൻ്റെയും കൂടെയുള്ള ഒരാൾ നമ്മുടെ പ്രേമിൻ്റെയും കൂടെയുണ്ട്. സോ വീരാടിൻ്റെ സ്പൈ നമ്മുടെ വീരാടിനോട് വിളിച്ചു പറയും ഇതുപോലെ പ്ലാനിംഗ് ഒക്കെ ഇവിടെ നടക്കുന്നുണ്ട്, നിങ്ങൾ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഇവിടെ അപ്പാപ്പ അറിയുന്നുണ്ട്. ഈ വാർത്ത കേട്ടിട്ട് വീരാടും ചിരാടും അവരുടെ കൂടെയുള്ള ആളുകളെയെല്ലാം വിളിച്ചിട്ട് പറയും പ്രേമിൻ്റെ ഒരു സ്പൈ ഈ കൂട്ടത്തിലുണ്ട് എന്ന് ഞങ്ങൾക്കറിയാം, നിങ്ങൾ തന്നെ വന്ന് സറണ്ടർ ചെയ്യുന്നതാണ് നല്ലത് എന്നൊക്കെ പറഞ്ഞ് അവരെ ഭീഷണിപ്പെടുത്തുന്നു. ആ സമയം ഒരാൾ മുന്നോട്ട് വന്നിട്ട് പറയും ഞാനാണ് ഒരു സ്പൈ, അതുപോലെ വേറൊരു ചെറുക്കനെ ചൂണ്ടിയിട്ട് പറയും ഇവനാണ് എൻ്റെ കൂടെയുള്ള ആളെന്ന്. പക്ഷെ അവൾ പറഞ്ഞത് കള്ളമായിരുന്നു. ഇങ്ങനെ പറയുമ്പോൾ ഒരാൾ മാത്രമല്ലേ പിടിക്കപ്പെടുന്നുള്ളൂ. അപ്പോൾ തന്നെ വിരാടും ചിരാടും ഒന്നും ചോദിക്കാതെയും ആലോചിക്കാതെയും രണ്ടുപേരെയും വെടിവെച്ച് കൊല്ലുന്നു. അങ്ങനെ രണ്ടാമത്തെ സ്പൈ അവിടെ സേഫ് ആകുന്നു. അയാൾ പ്രേമിനെ വിളിച്ച് പറയുന്നു താനിവിടെ ഉള്ള പോലെ തന്നെ പ്രേമിൻ്റെ കൂട്ടത്തിലും ഒരു സ്പൈ ഉണ്ട് എന്ന്. സോ പ്രേമിന് അത് മനസ്സിലാകുന്നു. പ്രേം എല്ലാവരെയും വിളിച്ചിട്ട് പറയുന്നു നമ്മുടെ കൂട്ടത്തിൽ ഒരു സ്പൈ ഉണ്ട്, ഈ ഓപ്പറേഷൻ കഴിയുന്നവരെ ആരും ഫോൺ ഉപയോഗിക്കേണ്ട എന്ന്. അങ്ങനെ അടുത്ത ദിവസം ഇവർ പ്ലാൻ ചെയ്ത പോലെ തന്നെ ഒരു ഫേക്ക് ഐഡി ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ രഘു ആ ഫാക്ടറിക്കകത്തേക്ക് പോവുകയാണ്. എല്ലാവരും പുറത്തിറങ്ങിയിട്ടും രഘു മാത്രം അന്ന് വൈകുന്നേരം പുറത്തിറങ്ങുന്നില്ല. രഘു തൻ്റെ ഷൂവിനുള്ളിൽ ഒരു ലൈറ്റർ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. സോ ആ ലൈറ്റർ യൂസ് ചെയ്ത് അവിടെയെല്ലാം ബ്ലാസ്റ്റ് ഉണ്ടാക്കാനായിരുന്നു രഘുവിൻ്റെ പ്ലാൻ. പക്ഷേ അവിടുത്തെ സിസ്റ്റം കൺട്രോൾ ചെയ്യുന്ന ആൾക്ക് മനസ്സിലാകും ഒരു എംപ്ലോയി മാത്രം എക്സിറ്റ് ആയിട്ടില്ലെന്നുള്ളത്. സോ അയാൾ അപ്പോൾ തന്നെ വിരാടിനെയും ചിരാദിനെയും വിളിച്ച് പറയുന്നുണ്ട്. ചിരാദ് അപ്പോൾ സ്ഥലത്തില്ലായിരുന്നു. വിരാടാണെങ്കിൽ ആകെ കള്ളു കുടിച്ച് ബോധമില്ലാത്ത അവസ്ഥയിലുമായിരുന്നു. എങ്കിലും വിരാട് ആളുകളെ കൂട്ടി വന്നിട്ട് ഇവിടെ ഒളിച്ചിരിക്കുന്ന ആരാണെങ്കിലും പുറത്തു വരണം എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവൻ അനങ്ങില്ല. പിന്നെ അവരെല്ലാവരും കൂടെ അന്വേഷിച്ച് നമ്മുടെ രഘുവിനെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതേ സമയം നമ്മുടെ മാലിനി പ്രേമിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്.
ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ വിവരങ്ങൾ കിട്ടുന്നുണ്ട്. അങ്ങനെയാണ് നമ്മുടെ NI ഉദ്യോഗസ്ഥനായ പ്രേമിൻ്റെ അടുത്തേക്ക് ചെല്ലുന്നത്. മാലതി പ്രേമിൻ്റെ അടുത്ത് പറയുന്നു, ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ആക്കി പഴയതുപോലെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നതെന്ന്. ഇത് കേൾക്കുമ്പോൾ പ്രേം ആകെ കൺഫ്യൂസ്ഡ് ആവുന്നു. കാരണം മാലതി ഇല്ല എന്നുള്ളത് കൊണ്ടാണ് സൂയിസൈഡ് ബോംബറായ ഗ്യാസ് ഫാക്ടറിയിലേക്ക് നമ്മുടെ രഘു പോയത്. സോ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ചിരിക്കുമ്പോൾ നമ്മുടെ രഘു അവിടെ വീരാടിനെയും ഗുണ്ടകളെയെല്ലാം അടിച്ചൊതുക്കി വീരാടിനെ അടിച്ചൊരു മൂലയിൽ ഒതുക്കി ഇട്ടിരിക്കുകയാണ്. എന്നിട്ട് വീഡിയോ കോൾ വിളിച്ചിട്ട് നമ്മുടെ പ്രേമിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, ഇതുപോലെ വീരാടിനെ ഞാൻ അടിച്ചിട്ടിരിക്കുകയാണെന്ന്. വീരാട് കള്ളു കുടിച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ രഘുവിന് അത് എളുപ്പവുമായിരുന്നു. പ്രേം രഘുവിൻ്റെ അടുത്ത് പറയുന്നുണ്ട്, നീ വീരാടിനെ കൊല്ലാനെന്ന്. പക്ഷേ രഘു ചോദിക്കുന്നു, ഞാനെന്തിനാണ് അവനെ കൊല്ലുന്നത്? ഇതേസമയം പ്രേം ഫോൺ മാലിനിക്ക് കൊടുക്കുന്നു. മാലിന്യ പറയുന്നു, നീ ഇനി മരിക്കേണ്ട ആവശ്യമില്ല, ഞാനെന്നും ഇനി നിൻ്റെ കൂടെ കാണുമെന്ന്. ഇതേസമയം നമ്മുടെ വീരാടിൻ്റെ ഫോണിലേക്ക് ചിരാട് വിളിക്കുന്നുണ്ട്. ആ കോൾ നമ്മുടെ രഘു അറ്റൻഡ് ചെയ്യുന്നു. ചിരാട് നമ്മുടെ രഘുവിൻ്റെ അടുത്ത് പറയുന്നു, വീരാടിനെ നീ കൊന്നുകഴിഞ്ഞാൽ അതിൻ്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കേണ്ടി വരുമെന്ന്. ഇതേസമയം പ്രേം അപ്പുറത്ത് നിന്ന് പറയുന്നു, വീരാടിനെ കൊല്ലാനായിട്ടും. ആകെ കൺഫ്യൂഷൻ ആകുമ്പോൾ ഇവൻ ഈ 2 കോളും മെർജ് ചെയ്യുന്നു. ആ സമയത്ത് ഇതെല്ലാം കേട്ടുകൊണ്ടിരുന്ന ചിരാട് പറയും, വീരാടിനെ എന്തെങ്കിലും കൊന്നുകഴിഞ്ഞാൽ മാലിന്യെ ഞാൻ കൊന്നുകളയുമെന്ന്. ഇത് കേൾക്കുമ്പോൾ രഘുവിന് ഭയങ്കര ദേഷ്യം വരുന്നു. ഇത് കേൾക്കേണ്ട താമസം രഘുവിന് ദേഷ്യം വരികയും അവൻ അവിടെ നിന്ന് തോക്കുപയോഗിച്ച് നമ്മുടെ വീരാടിനെ തുരുതുര വെടിവെക്കുന്നു. അടുത്ത ദിവസം രഘു NIയുടെ ഒരു സീക്രട്ട് റൂമിലാണ് ഉറക്കമുണർന്നു വരുന്നത്. ഉറക്കമുണർന്നപ്പോൾ തന്നെ അവൻ മാലിനിയെ അന്വേഷിക്കുന്നു. മാലിനി അവൻ്റെ അടുത്ത് വന്നതിന് ശേഷം അവനെ ഒത്തിരി വഴക്ക് പറയുന്നു. അവൾക്ക് അവൻ്റെ പഴയ ഡില്യൂഷൻ കിട്ടണം എന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് കുറച്ചുനാൾ രഘുവിൻ്റെ അടുത്ത് നിന്ന് മാറി നിൽക്കാൻ അവൾ തീരുമാനിച്ചത്. പക്ഷേ അവനിങ്ങനെ സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കും എന്നൊന്നും അവൾ വിചാരിച്ചില്ല. ഇവൻ്റെ സൂയിസൈഡ് കഥകളെല്ലാം കേട്ടിട്ട് മാലിനിക്ക് ദേഷ്യം വന്നിട്ട് അവനെ കുറേ അടിക്കുന്നുണ്ട്. അതിനുശേഷം അവൻ മറന്നുവെച്ച ഡെല്യൂഷൻ പിന്നീട് കാണിക്കുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി കിടക്കുന്ന വീരാടിനെയാണ്. വീരാട് മരിച്ചിട്ടുണ്ടായിരുന്നില്ല. വെടിവെച്ചതിന് ശേഷം രഘു മുന്നോട്ട് പോകുമ്പോൾ വീരാട് ജീവന് വേണ്ടി പിടയുന്നത് കാണുമ്പോൾ അവൻ്റെ ഡെല്യൂഷൻ ഡിസോർഡർ അവനിൽ എത്തുകയും അവൻ വീരാടിനെ രക്ഷിച്ച് NI ഓഫീസേഴ്സിൻ്റെ അടുത്ത് എത്തിക്കുകയും ചെയ്യുന്നു. അങ്ങനെ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു. പക്ഷേ വീരാട് ജീവിച്ചിരിക്കുന്ന കാര്യം NIA ഓഫീസർക്ക് മാത്രമേ അറിയുള്ളൂ. ഒഫീഷ്യലി അവൻ മരിച്ചു എന്ന് തന്നെയാണ് അവർ റിപ്പോർട്ടിൽ എഴുതിയിരിക്കുന്നത്. ശേഷം കാണിക്കുന്നത് സുദർശനെയാണ്. സുദർശനാണ് നമ്മുടെ വീരാടിൻ്റെ സ്പൈ, പ്രേമിൻ്റെ കൂട്ടത്തിലുള്ളത്. സുദർശൻ വന്നിട്ട് വീരാടിനോട് നിങ്ങൾക്ക് ഓർമ്മ വന്നെങ്കിൽ കാൽവിരൽ ഒന്ന് അനക്കാനായി പറയുന്നു. പക്ഷേ അപ്പോൾ വീരാട് അത് അനക്കുന്നില്ല. അതിനുശേഷം സുദർശൻ അവിടുന്ന് പോകുന്നു. പോലീസുകാരെല്ലാം ചിരാത് മാറ്റിവെച്ച ആ ആയുധങ്ങൾ എവിടേക്കാണ് എന്നുള്ള അന്വേഷണത്തിലാണ്. അവർക്ക് എത്ര അന്വേഷിച്ചിട്ടും അത് എവിടെയാണോ ഒളിപ്പിച്ചിരിക്കുന്നത് എന്നൊരു വിവരവും കിട്ടില്ല. ചിരാത് ഈ സമയം വിരാട് മരിച്ചു എന്ന് കരുതി എങ്ങനെയെങ്കിലും രഘുവിനെയും മാലിനിയെയും കൊല്ലണം എന്നുള്ള പ്ലാനിലാണ്. രഘുവിനും മാലിനിക്കും ജീവന് ഭീഷണിയുണ്ടെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ പ്രേം അവരെ NIയുടെ മെയിൻ ഓഫീസിലേക്ക് മാറ്റാനായി തീരുമാനിക്കും. സന്ദീപ് ഈ സമയം തങ്ങളുടെ കൂട്ടത്തിലുള്ള സ്പൈ ആരാണെന്ന് കണ്ടുപിടിക്കാനുള്ള ശ്രമത്തിലായിരുന്നു. മെയിൻ ഓഫീസിൽ എത്തിക്കഴിയുമ്പോഴാണ് മാലിനി ഒരു കാര്യം ഓർക്കുന്നത്. താൻ രഘുവിന് വേണ്ടി കൊണ്ടുവന്ന മരുന്ന് പഴയ സീക്രട്ട് ഓഫീസിൽ വെച്ച് മറന്നിരിക്കുന്നു. ഇനിയും ഒത്തിരി നാൾ മെഡിസിൻ കഴിക്കാതിരുന്നു കഴിഞ്ഞാൽ അത് രഘുവിൻ്റെ ഹെൽത്തിനെ സാരമായി ബാധിക്കും. ഇവളുടെ ഈ ടെൻഷൻ കാണുമ്പോൾ രഘു പറയുന്നു, നീ വിഷമിക്കേണ്ട, ഞാൻ തന്നെ സീക്രട്ട് ഓഫീസിൽ പോയി മരുന്നെടുത്തിട്ട് വരാം, നീ ഇവിടെ സേഫായിട്ടിരുന്നു കൊള്ളാൻ. ആ സീക്രട്ട് ഓഫീസിലാണ് നമ്മുടെ വീരാടും കിടക്കുന്നത്. ഈ സമയം പ്രേമിൻ്റെ സ്പൈ വിളിച്ച് പ്രേമിനോട് പറയുന്നുണ്ട്, രഘുവിനെയും മാലിനിയെയും കൊല്ലാനായി അവർ മെയിൻ ഓഫീസിലേക്ക് പോകുന്നുണ്ട്. അവർ മെയിൻ ഓഫീസിലുള്ള കാര്യം ചിരാട് സ്പൈ വഴി അറിഞ്ഞിരിക്കുന്നുവെന്ന്. ഇതറിഞ്ഞ് പ്രേമും കൂട്ടരും എത്രയും വേഗം മെയിൻ ഓഫീസിലേക്ക് പോകുന്നു. ഇതൊന്നും അറിയാതാണ് നമ്മുടെ രഘു ആ സീക്രട്ട് ഓഫീസിലേക്ക് വരുന്നത്. അവിടെ വന്ന് തിരക്കുമ്പോഴാണ് അറിയുന്നത് മെയിൻ ഓഫീസിലൊരു അറ്റാക്ക് നടക്കുന്നുണ്ട്. അതുകൊണ്ട് ഇവിടുന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോയിരിക്കുകയാണെന്ന്. ഇത് കേട്ട് പേടിച്ചിട്ട് രഘുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതായി പോകും. അവൻ പെട്ടെന്ന് തന്നെ വീരാട് കിടക്കുന്ന റൂമിലേക്ക് പോകും. അവിടെ ചെല്ലുമ്പോൾ വീരാടിൻ്റെ ഒരു ഫോണും ഒരു തോക്കും അവന് കിട്ടുന്നു. അവൻ ഉടൻ തന്നെ നമ്മുടെ ചിരാദിനെ ഫോൺ വിളിക്കുകയാണ്. ചിരാത് ഈ സമയം നമ്മുടെ മാലിനിയെ കണ്ടുപിടിച്ചിട്ട് കൊല്ലാനായി റെഡിയായിട്ട് നിൽക്കുകയായിരുന്നു. ആ സമയത്തിന് തൊട്ട് മുമ്പാണ് രഘുവിൻ്റെ കോൾ ലഭിക്കുന്നത്. വീരാടിൻ്റെ ഫോണിൽ നിന്ന് കോൾ വരുന്നത് കണ്ടിട്ട് ചിരാട് ഞെട്ടി ആ ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ രഘു പറയുന്നത്, നീ മാലിനിയൊന്നും ചെയ്യരുത്, ചെയ്തു കഴിഞ്ഞാൽ വീരാടിനെ ഞാൻ കൊല്ലുമെന്നാണ്. അപ്പോഴാണ് ചിരാട് വീരാട് മരിച്ചിട്ടില്ല എന്നുള്ള സത്യം അറിയുന്നത്. അതുകൊണ്ട് തന്നെ അവൻ മാലിനിയെ കൊല്ലുന്നില്ല, പകരം വീരാടിനെ തിരിച്ചു കിട്ടുന്നവരെ മാലിനിയെ അവൻ്റെ കസ്റ്റഡിയിൽ വെക്കാൻ തീരുമാനിക്കുന്നു. ഈ സമയത്ത് നമ്മുടെ പ്രേമും സന്ദീപും കൂട്ടരുമെല്ലാം അവിടെ എത്തിയിരുന്നല്ലോ. അവിടുത്തെ ഒരു ബ്ലാസ്റ്റിലും അടിപിടിക്കുമിടയിൽ നമ്മുടെ സന്ദീപ് മരിച്ചു പോവുകയാണ്. സ്വന്തം മകൻ മരിച്ചു കിടക്കുന്ന കണ്ട് നമ്മുടെ പ്രേം ആകെ തകർന്നു പോകുന്നു. എങ്കിലും ആ ചിരാടിനെ എങ്ങനെയെങ്കിലും പിടികൂടണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും നമ്മുടെ പ്രേമിനുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ സന്ദീപിൻ്റെ മരണാനന്തര ചടങ്ങുകളൊക്കെ നടക്കുകയാണ്. രഘുവും അവിടേക്ക് എത്തിയിരുന്നു. അവൻ്റെ മനസ്സിൽ ആകെ ഒരു വിങ്ങലാണ്. മാലിനി എവിടെ പോയെന്ന് ഒരെത്തും പിടിയുമില്ല.
മാലിനിയെ അന്വേഷിച്ചിട്ട് ഒരു വിവരവും ഇല്ലാത്തതുകൊണ്ട് തന്നെ രഘു നേരെ NIAയുടെ സീക്രട്ട് ഓഫീസിലേക്ക് വരികയാണ്. ഈ സമയം നമ്മുടെ വീരാടിൻ്റെ സ്പൈ വീരാടിൻ്റെ അടുത്ത് വന്നിട്ട്, ഞാൻ നിങ്ങളുടെ ഏജൻ്റാണ്, നിങ്ങൾക്ക് ബോധം വന്നെങ്കിൽ കാൽവിരൽ ഒന്ന് അനക്കൂ എന്ന് പറയുന്നു. പക്ഷേ ഈ തവണ നമ്മുടെ വീരാട് കാൽവിരൽ അനക്കുന്നു. സോ അവന് ബോധം വന്നു എന്ന് സുദർശന് മനസ്സിലാകുന്നുണ്ട്. അകത്ത് കയറിയ രഘു, നമുക്ക് വിരാടിനെ തിരിച്ചു കൊടുക്കാം, എനിക്കെൻ്റെ മാലിനിയെ വേണം എന്ന് പ്രേമിനോട് പറയുന്നു. ഇത് കേൾക്കുമ്പോൾ പ്രേം പറയുന്നുണ്ട്, നീ ഒരു സാധാരണക്കാരനാണ്, ഞങ്ങളൊക്കെ ഓഫീസേഴ്സാണ്, ഞങ്ങൾക്കൊരിക്കലും നിന്നെപ്പോലെ ചിന്തിക്കാനായി സാധിക്കില്ല എന്ന്. അപ്പോൾ നമ്മുടെ രഘു പറയുന്നുണ്ട്, എല്ലാ ഓഫീസേഴ്സിൻ്റെയും കൂടെ ഒരു നായയെ കൊണ്ട് നടക്കുന്ന എന്തിനാണ്? അവർക്ക് ചിന്തിക്കാൻ പറ്റാത്ത രീതിയിൽ ആ നായയ്ക്ക് ചിന്തിക്കാൻ പറ്റും. അതുപോലെ ഒരു ഇൻസ്റ്റിങ്റ്റാണ് എൻ്റെ മനസ്സിലും തോന്നുന്നതെന്ന് പറയുന്നു. അതിനുശേഷം നമ്മുടെ രഘു കൂട്ടത്തിലുള്ള സ്പൈ ആരാണെന്ന് കണ്ടുപിടിക്കാനായി ഒരു ശ്രമം നടത്തുന്നു. NIAയുടെ സ്റ്റാഫുകളെല്ലാം രഘുവിന് ചുറ്റി നിൽക്കുമ്പോൾ രഘു പറയുന്നു, എനിക്കറിയാം ഈ കൂട്ടത്തിലെ സ്പൈ ആരാണെന്ന്. ഇത് കേൾക്കുമ്പോൾ നമ്മുടെ സ്പൈയായ സുദർശന് പെട്ടെന്നൊരു ഞെട്ടലുണ്ടാകുന്നു. അവൻ്റെ ഒരു ബോഡി ലാംഗ്വേജും പേടിയൊക്കെ കാണുമ്പോൾ നമ്മുടെ രഘുവിന് മനസ്സിലാവുന്നു സുദർശനാണ് യഥാർത്ഥ സ്പൈ എന്ന്. സുദർശനാണ് നമ്മുടെ വിരാടിൻ്റെയും ചിരാടിൻ്റെയും സ്പൈ എന്ന് നമ്മുടെ രഘുവിന് മനസ്സിലാവുന്നു. സിൻഡിക്കേറ്റിലെ ആളുകളും നമ്മുടെ വീരാടും ചേർന്ന് 4 മണിക്കൂറിനുള്ളിൽ ആയുധങ്ങളെല്ലാം സർക്കുലേറ്റ് ചെയ്യാനുള്ള പ്ലാനിലാണ്. ഇതെല്ലാം നമ്മുടെ പ്രേമിൻ്റെ സ്പൈ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ അവൻ വിളിച്ച് പ്രേമിനോട് കാര്യങ്ങളെല്ലാം പറയുന്നു. സ്പൈ ഫോൺ വിളിക്കുന്നത് മാലിനി കാണുന്നുണ്ട്. അപ്പോൾ ആ സ്പൈ ചെന്ന് മാലിനിയോട് പറയുന്നു, ഞാനും NIA ഓഫീസിൽ ഒരാളാണ്, നീ പേടിക്കേണ്ട കാര്യമില്ല എന്ന്. ഈ സമയം ഇതെല്ലാം കേട്ടുകൊണ്ട് നമ്മുടെ ചിരാടിൻ്റെ ഒരാൾ വരുന്നുണ്ട്. അപ്പോൾ അയാൾക്ക് മനസ്സിലാവും ഈ കൂടെ ഉള്ളത് സ്പൈ ആണ്. പക്ഷെ അപ്പോൾ തന്നെ സ്പൈ അവനെ കൊല്ലുന്നു. അവിടെ ഒരു ചാക്കിനകത്ത് കെട്ടി മൂടി വെക്കുന്നു. പ്രേമും കൂട്ടരും നമ്മുടെ സ്പൈ പറഞ്ഞ ലൊക്കേഷനിലേക്ക് ചിരാദിനെ പിടിക്കാനായി വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനു മുൻപേ തന്നെ രഘു സുദർശനുമായിട്ട് അവരെവിടെയാണ് ഒളിച്ചിരിക്കുന്നത് അറിഞ്ഞിട്ട് അവിടേക്ക് വരികയാണ്. അവിടെ ഒരു അടി നടക്കുകയാണ്. പ്രേമും NIA ഓഫീസേഴ്സും നമ്മുടെ രഘുവും സംഘങ്ങളും എല്ലാം ചേർന്ന് വലിയ അടി നടക്കുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് പ്രേമും പ്രേമിൻ്റെ കൂട്ടരും ചേർന്ന് നമ്മുടെ ചിരാടിനെ വെടിവെച്ച് കൊല്ലുകയാണ്. ഈ സമയത്ത് ചിരാടിൻ്റെ ആളുകൾ മാലിന്യം കൊണ്ട് അവിടുന്ന് രക്ഷപ്പെടുന്നു. പക്ഷേ ആ കൂട്ടത്തിൽ നമ്മുടെ പ്രേമിൻ്റെ സ്പൈ ഉള്ളതുകൊണ്ട് തന്നെ മാലിനി എവിടേക്കാണ് പോയതെന്ന് പ്രേമിനും കൂട്ടർക്കും അറിയാൻ സാധിക്കും. ഈ സമയം വീരാട് ആ ഹോസ്പിറ്റലിൽ നിന്ന് സെക്യൂരിറ്റികളെ എല്ലാം കൊന്നിട്ട് പുറത്തേക്ക് വരുന്നു. പുറത്തു വന്ന വീരാട് തൻ്റെ കൂട്ടാളികളോട് പറയുന്നുണ്ട്, നമുക്കുള്ളിൽ ആ സ്പൈ ഇപ്പോഴുമുണ്ട്, കാരണം നമ്മുടെ വിവരങ്ങളെല്ലാം പ്രേം അതേപടി അറിയുന്നുണ്ട്. അതിനുശേഷം ആ സ്പൈയെ കണ്ടുപിടിച്ച് വീരാട് അവനെ അപ്പോൾ തന്നെ കൊല്ലുകയാണ്. ഈ സമയം ആ ബ്ലാസ്റ്റും അടിയും നടന്ന സ്ഥലത്തേക്ക് NIAയുടെ മുതിർന്ന ഉദ്യോഗസ്ഥർ എത്തുകയാണ്. അവർ വന്നിട്ട് പ്രേമിനെ വഴക്ക് പറയുന്നുണ്ട്. കാരണം അവൻ അൺഒഫീഷ്യലായിട്ടായിരുന്നല്ലോ ഇതെല്ലാം അന്വേഷിച്ചു കൊണ്ടിരുന്നത്. ഒത്തിരി ഓഫീസേഴ്സ് മരിക്കുകയും ചെയ്തു. അതുകൊണ്ട് അവനെ ഈ ഒരു പ്ലാനിൽ നിന്ന് മാറ്റിയിട്ട് പുതിയൊരു NIA ഓഫീസറിനെ അവർ നിയമിക്കുകയാണ്. പക്ഷേ അയാളും നമ്മുടെ വീരാടിൻ്റെയും ചിരാടിൻ്റെയും ആളായിരുന്നു. രഘു ഒരു കോമൺ മാൻ ആയതുകൊണ്ടും ഈ കേസിൽ ഇൻവോൾവ് ആയതുകൊണ്ടും ഈ ഓഫീസർ രഘുവിനെ അവിടെ ഒരു റൂമിൽ പൂട്ടിയിടുന്നു. ചിരാട് മരിച്ച കാര്യം വിരാട് അറിയുന്നുണ്ട്. പക്ഷേ മാലിനി അവൻ്റെ കൂടെ ഉള്ളതുകൊണ്ട് തന്നെ രഘുവിനെ എങ്ങനെയെങ്കിലും കൈക്കലാക്കി കൊല്ലണം എന്ന് നമ്മുടെ വിരാട് പ്ലാൻ ചെയ്യുന്നു. ഈ സമയം സിൻഡിക്കേറ്റിൽ നമ്മുടെ ആയുധങ്ങൾ കടത്തുന്നതിനെ പറ്റിയുള്ള ആലോചനകൾ കടത്തു വരികയാണ്. ഈ ടൈമിൽ വിരാട് അവരോട് പറയുന്നുണ്ട്, രഘുവിനെ എനിക്ക് ജീവനോട് തന്നെ കയ്യിൽ വേണമെന്ന്. സോ രഘുവിനെ പിടിച്ചുകൊണ്ടുവരാൻ സിൻഡിക്കേറ്റിലെ ഒരു ഗാങ്സ്റ്ററെ തന്നെ അവർ വിടുകയാണ്. ഈ ടൈമിൽ മരുന്നെടുക്കാത്തതുകൊണ്ട് തന്നെ രഘുവിനെ തന്നെ ഡില്യൂഷൻ ഡിസോർഡർ വളരെ അധികമായി കൂടിയിരുന്നു. പുതിയ NIA ഓഫീസർ വീരാടിൻ്റെ ആളായതുകൊണ്ട് തന്നെ രഘുവിനെ കൊല്ലാനായിട്ട് ഉള്ള ആളിനെ ആ മുറിയിലേക്ക് പറഞ്ഞു വിടുകയാണ്. പക്ഷെ തൻ്റെ കൺമുൻപിൽ വന്ന എല്ലാവരെയും രഘു അടിച്ചിടിച്ച് ഒരു പരുവമാക്കി മൂലയ്ക്ക് കൂട്ടുന്നുണ്ട്. രഘുവിൻ്റെ തലയുമായി വരാൻ പറഞ്ഞ ഗാങ്സ്റ്ററിൻ്റെ തലയുമായി രഘു നമ്മുടെ വീരാടിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ്. രഘുവിനെ കാണുമ്പോൾ വീരാട് മാലിനിയുടെ തലയിൽ തോക്ക് ചൂണ്ടി അവനെ ഭീഷണിപ്പെടുത്തുന്നു. ഇത് കാണുമ്പോൾ രഘു പറയുന്നു, അവളെ ഒന്നും ചെയ്യരുത്, എന്നെ എന്തു വേണമെങ്കിലും ചെയ്തോ എന്ന്. ഈ അവസരം മുതലാക്കി വീരാട് നമ്മുടെ രഘുവിനെ അറഞ്ചും പുറഞ്ചും അടിച്ച് ഒരു മൂലയ്ക്കാക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ രഘുവിൻ്റെ ബോധം പോന്നു. ഈ സമയം വീരാട് മാലിനി കിടക്കുന്നതിന് ചുറ്റും കെറോസിൻ ഒഴിച്ചിട്ട് അവിടെ തീ വെക്കുന്നു. പാതിബോധത്തിൽ നമ്മുടെ രഘു ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ അവൻ ഓർമ്മ വരുന്നത് കുഞ്ഞുനാളിൽ അവന് നഷ്ടപ്പെട്ട തൻ്റെ ഫാമിലിയെയാണ്. അവരും ഒരു തീപിടുത്തത്തിലാണല്ലോ മരിച്ചത്. അപ്പോൾ തന്നെ രഘു എഴുന്നേറ്റ് വന്ന് അവിടുത്തെ ഗുണ്ടകളെയെല്ലാം അടിച്ചിട്ടിട്ട് ആ ആയുധങ്ങൾ ഉണ്ടായിരുന്ന ട്രക്ക് ലോറികളെല്ലാം അവൻ കടലിലേക്ക് തെള്ളിയിടും. ഇത് കണ്ട് ദേഷ്യം വന്ന വിരാട് അവിടെ ഇരുന്ന തോക്കെടുത്ത് നമ്മുടെ മാലിനിയുടെ ദേഹത്ത് 2 വെടിവെക്കുന്നുണ്ട്. പക്ഷേ തോളിലും വയറിലുമായിട്ടാണ് വെടി കൊള്ളുന്നത്. ഇത് കണ്ടുകൊണ്ട് വന്ന രഘുവിന് ദേഷ്യം വന്നിട്ട് അവൻ വീരാടിനെ കൊല്ലുകയാണ്. ഈ സമയം പുതിയ NIA ഉദ്യോഗസ്ഥൻ സിൻഡിക്കേറ്റിൻ്റെ ആളാണെന്ന് മനസ്സിലാക്കിയ പ്രേം അയാളെ അറസ്റ്റ് ചെയ്തതിന് ശേഷം രഘുവിനെയും മാലിനിയും രക്ഷിക്കാൻ അവിടേക്ക് എത്തുന്നു. അതിനുശേഷം രഘുവും മാലിനിയും പ്രേമും എല്ലാം കൂടെ മാലിനിയെ ഹോസ്പിറ്റലാക്കുന്നു. അങ്ങനെ മാലിനി രക്ഷപ്പെടുകയാണ്. കറക്റ്റ് ടൈമിൽ തന്നെ നമ്മുടെ മാലിനിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചുകൊണ്ട് തന്നെ അവളുടെ ജീവൻ രക്ഷിക്കാനാകുന്നുണ്ട്.
അതിനുശേഷം NIA ഉദ്യോഗസ്ഥരായ പ്രേം നമ്മുടെ രഘുവിനോട് നന്ദി പറയുന്നുണ്ട്. അവൻ കാരണമാണല്ലോ വീരാടിനെയും ചിരാടിനെയും ഒക്കെ കൊന്ന് ഈ ആയുധങ്ങളൊക്കെ നശിപ്പിക്കാനായി സാധിച്ചത്. ദിവസങ്ങൾക്ക് ശേഷമുള്ള മാലിന്യ രഘുവിനെയാണ് പിന്നെ കാണിക്കുന്നത്. അവൾ പതിവ് പോലെ തൻ്റെ ഷോ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൂടെ രഘുവുമുണ്ട്. ആ സമയത്താണ് റോഡിലൊരു ആക്സിഡൻറ്റ് രഘു നോട്ടീസ് ചെയ്യുന്നത്. അവൻ അപ്പോൾ തന്നെ പോയി അവിടെയുള്ള ആളെ രക്ഷിക്കുന്നു. അനിയ അനിയ എന്നാണ് അവനെ വിളിക്കുന്നത്. പക്ഷേ അത് ഡെല്യൂഷൻ ഒന്നും ഉണ്ടായതുകൊണ്ടല്ല. അവൻ്റെ അസുഖങ്ങളൊക്കെ ഏറെക്കുറെ മാറിയിട്ടുണ്ട്. പക്ഷേ മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രമാണ് നമ്മുടെ രഘു അവനെ സഹായിച്ചത്. ഇത് കാണുമ്പോൾ മാലിനിക്ക് ഒത്തിരി സന്തോഷമാകുന്നു, രഘുവിനും സന്തോഷമാകുന്നു. അങ്ങനെ ഈ സിനിമ ഇവിടെ അവസാനിക്കുകയാണ്. എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമ? നല്ലൊരു സിനിമയായിരുന്നു അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും ലൈക്കായും കമൻറ്റായും രേഖപ്പെടുത്തണം. അതുപോലെ തന്നെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഒത്തിരി ആവശ്യമാണ്. പ്ലീസ് സപ്പോർട്ട്. കൂടുതൽ വീഡിയോസിനായി ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.